സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരത്തിന് വഴിയൊരുങ്ങി. എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി ഓം ബിർളയും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷും മത്സരിക്കും. ബുധനാഴ്ച 11 മണിക്കാണ് ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കുക. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പദവികൾ സംബന്ധിച്ച് ഭരണ പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ ചർച്ചകൾ സമവായത്തിലെത്താത്തതിനെ തുടർന്നാണ് മത്സരത്തിലേക്ക് നീങ്ങിയത്. മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമെന്നതാണ് ലോക്സഭയിൽ കീഴ്വഴക്കമെങ്കിലും കഴിഞ്ഞ 2 തവണയും ഇത് നിഷേധിക്കപ്പെട്ടിരുന്നു. ഇത്തവണ പ്രതിപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും അംഗബലം ഉയർന്നതോടെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിച്ചേ തീരൂ എന്ന നിലപാടിലായിരുന്നു ഇന്ത്യ സഖ്യം. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ കക്ഷികളുമായി ചർച്ച നടത്തിയിരുന്നു. ഓം ബിർളയെ സ്പീക്കർ പദവിയിലേക്ക് പിന്തുണയ്ക്കണമെന്ന് രാജ്നാഥ് ആവശ്യപ്പെട്ടു. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന് ഖാർഗെ അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾ നിലപാടെടുത്തു. എന്നാൽ അക്കാര്യം പിന്നീട് ചർച്ച ചെയ്യാമെന്നായിരുന്നു രാജ്നാഥ് സ്വീകരിച്ച നിലപാട്. തുടർന്ന് കെ.സി. വേണുഗോപാൽ അടക്കമുള്ള ഇന്ത്യ നേതാക്കൾ ബി.ജെ.പി നേതൃത്വമായും സംസാരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ പദവി വിട്ടുനൽകുമെന്ന് ബി.ജെ.പി നേതാക്കൾ ഉറപ്പു നൽകാതായതോടെ മാവേലിക്കര എം.പി കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു. ഇതിനിടെ ഡി.എം.കെയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകി പ്രതിപക്ഷത്ത് വിള്ളൽ സൃഷ്ടിക്കാനും ബി.ജെ.പി ശ്രമം നടത്തിയിരുന്നു. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള എം.പിയായ ഓം ബിർള 17ാം ലോക്സഭയിലും സ്പീക്കറായിരുന്നു. 8 തവണ ലോക്സഭ എം.പിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് നേരത്തെ പ്രോടൈം സ്പീക്കർ പദവിയിൽ നിന്ന് തഴയപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് കൊടിക്കുന്നിലിനും മറ്റു പ്രതിപക്ഷ അംഗങ്ങളും പ്രോടൈം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്ന് പിന്മാറിയിരുന്നു.